ലോക ചാപ്റ്റർ 1 ചന്ദ്ര. ഈ സിനിമയുടെ ഒരു ചെറിയ സ്പോയിലർ വീഡിയോ ആണ്. അപ്പോൾ ആരെങ്കിലും സിനിമ കാണാത്തവരായി ഉണ്ടെങ്കിൽ സിനിമയെ കണ്ടതിന് ശേഷം വന്ന് ഈ വീഡിയോ കാണാം. ഈ വീഡിയോ കണ്ടിട്ട് ആ സിനിമക്ക് പോരുത്. ഈ വീഡിയോ ഒരു സ്ഥലത്ത് ഓടിപ്പോകുമ്പോൾ ഇത് ഇവിടെ തന്നെ ഉണ്ടാവും, ഈ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും ആ സിനിമ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ. അതായത് സിനിമയുടെ ആദ്യത്തെ രംഗം തുടങ്ങുമ്പോൾ ആദ്യത്തെ സീനിൽ തന്നെ കുറച്ച് ബ്ലാസ്റ്റും ഭൂമിയിലോട്ട് എന്തോ സാധനം പതിക്കണ പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം കല്യാണി പ്രിയദർശൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ചന്ദ്രനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര അടുത്ത് ഒരാൾ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് ആ സാധനം കിട്ടിയില്ലേ, ഇത് അവൻ്റെ ഗ്യാങ്ങാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കണ ഷോട്ടിൽ ചന്ദ്ര എയർപോർട്ടിൽ വന്ന് ഈ വിളിച്ച ആളെ കാണണതും പിന്നെ ചന്ദ്രയുടെ കല്യാണിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണതുമാണ് പിന്നെ നടക്കുന്നത്. അതിന് മുൻപ് ആ നടന്ന കാര്യം എന്തിട്ടാണ് ചന്ദ്ര എടുക്കാൻ പോയത്, അത് ആ വന്ന ആൾക്കാർ ആരുടെ ആൾക്കാരാണ് എന്നുള്ള കുറേ ചോദ്യങ്ങൾ സിനിമ കണ്ടതിന് ശേഷം എനിക്ക് വന്നു. ഇനി ആ ഒരു ഇത് സെക്കൻഡ് പാർട്ടിലോട്ടോ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തോട്ടുള്ളൊരു സ്റ്റോറിയാണ്. അതായത് നമ്മൾ ഈ സിനിമ കണ്ട് കഴിയണ ആ ക്ലൈമാക്സ് അല്ലാതെ അതിന് മുന്നേ നടന്ന, അതായത് ചന്ദ്ര ഈ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒരു സ്ഥലത്ത് 20 വർഷത്തേക്ക് ഉള്ളിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല എന്ന്. അപ്പം ആ എപ്പോഴെങ്കിലും നടന്നൊരു കാര്യമായിരിക്കും ഈ ഒരു ആ ഫസ്റ്റ് ഷോട്ടിലത് കാണിച്ചത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. പിന്നെ പട്ടികൾ ചന്ദ്രനെ ഭയങ്കര സ്നേഹത്തോടെ ആണ് നോക്കിക്കാണുന്നത്. കാരണം ചന്ദ്രയുടെ ഒരു എന്താ പറയുക, ഒരു ക്ലോസ് അനിമൽ എന്ന് പറയാൻ പറ്റണ ഒരു ഇതുണ്ട്. പക്ഷെ ഈ നസ്ലിൻ്റെ വീട്ടിലൊരു പൂച്ച ഉണ്ടാവും. ആ പൂച്ചക്ക് ചന്ദ്രനെ കാണുന്നതും അല്ലെങ്കിൽ ചന്ദ്രക്ക് പൂച്ചനെ കാണുന്നതും ഭയങ്കര ഒരു ഇതാണ്, എന്താ പറയുക, ഒരു വെറുപ്പ് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. പൂച്ചേനെ വെറുപ്പ്, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ വെറുപ്പ് എന്നുള്ള സാധനം പോലെ എനിക്ക് തോന്നി. പിന്നെ ഈ വില്ലനായിട്ട് ചെയ്ത സാൻഡി, കാരണം ഓരോ ആൾക്കാർക്കും വീക്ക്നെസ്സും അവരുടെ എന്താ പറയുക മൈനസ് കാര്യങ്ങളും വേറെ വേറെ ആയിരിക്കും എന്ന് അതിൽ പറഞ്ഞ പോലെ ഞാൻ കേട്ട്. അങ്ങനെയാണെങ്കിൽ ചന്ദ്രക്ക് കഴുത്തിൻ്റെ ബാക്കിലും, അതായത് നമ്മൾ ഈ തലയുടെ ഈ ഒരു ബാക്ക് സൈഡും ഹാർട്ടുമാണ് ചന്ദ്രക്ക് ഒരു ഇതായിട്ടുള്ളത്. അപ്പം ഈ സാൻഡി മാസ്റ്റർ ചെയ്ത ക്യാരക്ടറിന് അങ്ങനത്തെ ഒരു വീക്ക്നെസ് പോയിന്റ് വേറെ ആയിരിക്കില്ല. സിനിമയിൽ കാണിക്കുന്ന സാൻഡി മാസ്റ്റർ മരിച്ചു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പക്ഷെ സാൻഡി മാസ്റ്റർ മരിച്ചു അല്ലെങ്കിൽ ആ ഒരു റൂമിലോട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു ശവപ്പെട്ടി പോലെ എന്ന് പറയാൻ പറ്റില്ല. അതിനാണ് ഒരു കുറേ പേര് മരിച്ച ഒരു ഇതിൻ്റെ ഇടയിൽ ആളെ കൊണ്ട് ഇട്ട പോലെ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയത്. ആ പുള്ളി ശരിക്കും മരിച്ചു. ഇനി ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ അടുത്തതായിട്ട് ചാത്തന്മാരാണെന്ന് പറയുന്നത്. അതിൽ ചാത്തന്മാരെന്ന് പറഞ്ഞ് കാണിക്കണ കുറച്ച് 2-3 സീൻസ് ഉണ്ട്. അപ്പോൾ ആ സീൻസിൽ ടൊവിനോണുള്ളത്. അപ്പോൾ ടൊവിനോൻ്റെ ARM എന്ന് പറയുന്ന സിനിമയിൽ, അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയിൽ ഒരു ക്യാരക്ടറുണ്ട്, മണിയനാണോ ഏതൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പം ആ ക്യാരക്ടർ ഈ സിനിമയിൽ അതെന്താ ഉദ്ദേശിച്ചതെന്ന് രണ്ടാം ഭാഗം കൊടുത്തേക്കാണ്. പക്ഷെ ചാത്തെന്ന് പറയുമ്പോൾ അതെനിക്ക് വലുതായിട്ട് എന്താ സംഭവം മനസ്സിലായി. രണ്ടാം ഭാഗം മനസ്സിലായി, ചാത്തന്മാരുടെ ഇതാണെന്ന് മനസ്സിലായി. പക്ഷെ ARMലെ ക്യാരക്ടർ എങ്ങനെ ഇതിലോട്ട് വരും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് മെയിൻ, ആ ചോദ്യം മെയിൻ. പിന്നെയുള്ളത് കുറേ ക്യാരക്ടേഴ്സ് അതായത് ഇപ്പോൾ ചന്ദ്രനെ പോലെ കുറേ പേരുണ്ട്. ആ കുറേ പേരെ കാണിക്കുമ്പോൾ ടൊവിനോനും ബാക്കിയുള്ള കുറേ ക്യാമിയോസ് കാണിക്കുന്നുണ്ട്. ശരിക്കും അവരൊക്കെ ആരാണ്? ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ബാലു വർഗീസ്, സോബിൻ, പിന്നെ ഇതിൻ്റെ കോ റൈറ്ററായിട്ടുള്ള തരംഗത്തിലെ നായിക,
അങ്ങനെ കുറേ കാര്യങ്ങൾ. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ എന്താ പറയുക, നമ്മുടെ ചന്ദ്ര വരുമ്പോൾ ചന്ദ്രയുടെ ലോ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളി പറയും അടുത്ത വരവിന് ഞാനുണ്ടാവില്ല. ചന്ദ്ര കുറേ ദിവസം കഴിയുമ്പോൾ ഈ പറഞ്ഞ നസ്ലിൻ്റെ വീട്ടിലൊരു പാർട്ടിക്ക് പോകുമ്പോൾ അവിടെ പുള്ളി മരിച്ചു എന്നുള്ളൊരു ചെറിയൊരു കട്ടടിക്കും. അപ്പം മോനാണെങ്കിൽ നോക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ഒരു വേൾഡും ആ ഒരു കുടുംബമായിട്ടുള്ള ബന്ധം അത് അതിൽ പറഞ്ഞിട്ടില്ല. വലിയ ഭയങ്കര ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് മാത്രം കാണിച്ച് കുറച്ച് ഫോട്ടോ ഫ്രെയിംസ് കാണിക്കുന്നുണ്ട്. അത്രയും കാണിക്കുന്നു, ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അതും എനിക്ക് തോന്നുന്നു ഇനി വരുന്ന ഇതിലോട്ട് എന്തെങ്കിലും പറയാനുണ്ടാവും ചിലപ്പോൾ എന്ന് പറയുന്നുണ്ട്. പിന്നെ DQവിൻ്റെ ക്യാരക്ടർ എന്താണെന്ന് പോലും അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ മൂത്തോൻ തന്നെയാണെന്ന് തോന്നുന്നത്. എനിക്ക് തോന്നുന്നു അതിൻ്റെ പേര് മൂത്തോൻ എന്നാണ് ഞാൻ കേട്ടത്. സിനിമ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, വേറൊരു സ്ഥലത്ത് ആ പേര് കേട്ടിട്ടില്ല. എന്തെങ്കിലും മിസ്റ്റേക്ക് ക്ഷമിക്കണം. ആ ഒരു ക്യാരക്ടർ അത് സൗണ്ട് വൈസ് മമ്മൂട്ടിയാണെന്നാണ് ഒരു നിഗമനം. എന്തുകൊണ്ടാണ് ആ ഒരു ക്യാരക്ടറിനെ റിവീൽ ചെയ്യാത്തതെന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് പേഴ്സണലുള്ള ചോദ്യമാണ്. അതും കൂടി റിവീൽ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിരിക്കുന്നതിന് എന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതൊക്കെ കുഞ്ഞ് സംശയം. ഏറ്റവും വലിയ സംശയം ആ ഫസ്റ്റ് സീൻ തന്നെയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല, ഒരു സ്ഥലത്തും കാണിക്കണില്ല. പിന്നെ സാൻഡി മാസ്റ്റർ ആ വില്ലൻ ക്യാരക്ടർ മരിച്ചോ ഇല്ലേന്ന് കാണിക്കണില്ല. പിന്നെ അതിൽ സാൻഡി മാസ്റ്ററിൻ്റെ അമ്മേനെ സാൻഡി മാസ്റ്റർ കട്ടിക്കുന്ന സീനുണ്ട്. അപ്പം ആ കട്ടിക്കുന്ന സീനിൽ അമ്മ കിടക്കണം മാത്രമേ കാണിച്ചുള്ളൂ. അമ്മക്ക് എന്ത് പറ്റിയെന്ന് പിന്നെ പറയണില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനി വരുന്ന ഭാഗങ്ങളിൽ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. കാത്തിരിക്കാം.